മുഖ്യമന്ത്രി പിണറായി വിജയനെ നീ പോ മോനെ വിജയൻ എന്ന് വിളിച്ച് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. മുഖ്യമന്ത്രി പിണറായി വിജയൻ അയച്ച കത്തിലാണ് പരാമർശം. തെലങ്കാനയുടെ വികസനത്തിൽ നേരിട്ടുള്ള ചർച്ചയ്ക്ക് തയ്യാറാണെന്നും പിണറായി നേരിൽ കാണാൻ തയ്യാറെന്നും രേവന്ത് റെഡ്ഡി കത്തിൽ വ്യക്തമാക്കുന്നു. തെലങ്കാനയിലെ വികസനങ്ങൾ ഓരോന്നും എണ്ണിപ്പറഞ്ഞാണ് കത്ത്. ഇദ്ദേഹത്തെ മലയാളികൾക്ക് എത്ര പേർക്ക് പരിചയമുണ്ടെന്ന് നമുക്കറിയില്ല. ഇദ്ദേഹമാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം കേരളത്തിൽ കോൺഗ്രസിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്നിട്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആക്ഷേപിച്ചിരിക്കുകയാണ്. അതെങ്ങനെ ആക്ഷേപിച്ചറിയോ? നീ പോ ദിനേശ എന്ന് മോഹൻലാൽ പറയുന്നില്ലേ, അതേപോലെ നീ പോ മോനെ വിജയ എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച് പ്രസംഗിച്ചത് മാത്രം പോരായിട്ട് ഒരു കത്ത് രൂപേണ മുഖ്യമന്ത്രിക്ക് ഒരു കത്തെഴുതി അതിൻ്റെ താഴെ നീ പോ മോനെ വിജയ എന്ന് പറയുകയും ഇങ്ങ് തെലങ്കാനയിലേക്ക് വാ, ഞാൻ കാണിച്ചു തരാം എന്താണ് അവിടെ നടക്കുന്ന പുരോഗതികളെന്നും പറഞ്ഞിട്ട് കേരളത്തിൽ വന്ന് നമ്മുടെ മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കുന്നത് നോക്കി നിൽക്കുന്ന മാധ്യമങ്ങളെയും കോൺഗ്രസ് നേതാക്കളെയാണ് നമ്മൾ കാണുന്നത്. ഈ കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്ന് നമ്മുടെ മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചതിൽ ഒരാൾക്കും ഒരു വിഷമവും കണ്ടതായി നമ്മൾ കണ്ടില്ല. ഈ മാധ്യമങ്ങളൊന്നും കമാന്നൊരക്ഷരം പറഞ്ഞിട്ടില്ല. അതിനൊരു കാരണമുണ്ട്. എന്താണെന്നറിയോ? 2-3 മാസങ്ങൾക്ക് മുമ്പ് ഈ തെലങ്കാന സർക്കാരിൻ്റെ പരസ്യം നമ്മുടെ ഈ മാധ്യമങ്ങൾക്ക് കേരളത്തിലെ ഈ പച്ച മലയാളത്തിൽ അച്ചടിച്ചിട്ട് ഈ മലയാളികളെ അറിയിക്കുന്നതിനായി കൊടുത്തതായി കണ്ടു. എന്താണ് ഈ മലയാളികളെ തെലങ്കാനയിലെ ഈ വികസന കാര്യങ്ങളൊക്കെ മലയാളത്തിൽ അച്ചടിച്ച് അറിയിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ല. അതിനൊരൊറ്റ ഉദ്ദേശമുള്ളൂ, ഈ മാധ്യമങ്ങൾ ഇവിടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസിനെ നിങ്ങൾ സഹായിക്കണം, അതിനു വേണ്ടിയുള്ള പണം ഞങ്ങൾ ഈ പരസ്യം തരുന്നതിലൂടെ തരാം എന്ന് പറയുന്നതാണ് അവർ ചെയ്തത്. അതാണ് ഈ രേവന്ത് റെഡ്ഡി ചെയ്തത്. അതുകൂടാതെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് ഇവിടെ വന്ന് നമ്മുടെ മുഖ്യമന്ത്രിയെ നീ പോ മോനെ വിജയ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. നമ്മുടെ മുഖ്യമന്ത്രി തെലങ്കാനയിൽ പോയി ഈ മുഖ്യമന്ത്രിയെ ഈ തരത്തിൽ അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങൾ അത് ക്ഷമിക്കുമായിരുന്നു. ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി മറ്റൊരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ പോയിട്ട് വ്യക്തിപരമായി അധിക്ഷേപിക്കുക എന്നുള്ളത് ഒരു സാമാന്യ മര്യാദയ്ക്ക് ചേർന്നതല്ല എന്നുള്ളത് ഏതൊരുവനും മനസ്സിലാവും, ഏത് അരിയാഹാരം കഴിക്കുന്ന മനുഷ്യർക്കും മനസ്സിലാവും. പക്ഷെ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. ഈ രേവന്ത് റെഡ്ഡി ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ മുഖ്യമന്ത്രി, നമ്മൾ തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയാണ്, തെരഞ്ഞെടുപ്പും രാഷ്ട്രീയവും അതൊക്കെ നമുക്ക് മാറ്റിവെക്കാം, അദ്ദേഹത്തെ വ്യക്തിയാധിക്ഷേപം നടത്തുകയാണ്. നീ പോ മോനെ വിജയ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു അഹങ്കാരമുണ്ട്, ഒരു അധിക്ഷേപമുണ്ടെന്ന്. ആ അധിക്ഷേപം കേട്ടുകൊണ്ട് തൊട്ടടുത്ത് നിന്നുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇങ്ങനെ ആർത്തുല്ലസിച്ച് ചിരിക്കുകയാണ്. എന്തൊരു കൾച്ചറാണ്, എന്തൊരു രാഷ്ട്രീയമാണ്! ഇതാണോ രാഷ്ട്രീയ സംസ്കാരം? മറ്റൊരു നാട്ടിലെ മുഖ്യമന്ത്രി ഇവിടെ വന്ന് ഇവിടുത്തെ മുഖ്യമന്ത്രിയെ ഈ കേരള മണ്ണിൽ വെച്ച് അധിക്ഷേപിക്കുക എന്നുള്ളത് സാധാരണഗതിക്ക് ഒരു മലയാളിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. കോൺഗ്രസ്സുകാരനാണെങ്കിൽ പോലും അത് ക്ഷമിക്കാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും ആ കോൺഗ്രസ് നേതാക്കൾ രേവന്ത് റെഡ്ഡിയെ അതിന്ന് പിന്തിരിപ്പിക്കേണ്ടതായിരുന്നു എന്നത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. എന്തായാലും പിണറായി വിജയൻ രേവന്ത് റെഡ്ഡിക്ക് അർഹതപ്പെട്ട ഒരു മറുപടി കൊടുത്തത് നമുക്ക് കേൾക്കാം. അതുകൊണ്ട് രേവന്ത് റെഡ്ഡിയോട് ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ട് എന്ന് മാത്രമേ ഇപ്പൊ പറയാനു. വളരെ ചുരുങ്ങിയ വാക്കുകളാണ് രേവന്ത് റെഡ്ഡിക്ക് മറുപടി കൊടുത്തത്. ഡാഷ് മോനെ രേവന്ത മറുപടി അധികം താമസിക്കാതെ വരുന്നുണ്ടെന്നാണ്. ഈ ഡാഷ് മോനെ രേവന്ത എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ മാധ്യമങ്ങൾക്ക്, മലയാളി മാധ്യമങ്ങൾക്ക് പൊള്ളിയതായി കണ്ടു. കോൺഗ്രസ്സുകാർക്ക് തീർച്ചയായും പൊള്ളിയിട്ടുണ്ടാവും. ഡാഷ് മോനെ രേവന്ത എന്നുള്ളതിൽ എന്താണ് ഇരിക്കുന്നത്? പുന്നാര മോനെ രേവന്ത എന്നായിക്കൂടെ? ഒരുപക്ഷെ അങ്ങനെയാണെങ്കിലോ, അല്ല മറിച്ച് ഇവർക്ക് യഥാർത്ഥത്തിൽ എന്താണോ തോന്നേണ്ടത് അതാണ് തോന്നിയതെങ്കിൽ അതിൽ പോലും തെറ്റില്ല. കാരണം കേരളത്തിൻ്റെ മണ്ണിൽ വന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കുമ്പോൾ ഓർക്കണമായിരുന്നു ഇത് അർഹതപ്പെട്ടതാണ് എന്നുള്ളത് തന്നെ. എന്തായാലും നമ്മുടെ സതീശന് വല്ലാണ്ട് സൂചിച്ചു കാണും. ആ സതീശൻ സാറിന് എന്താ പറയാനുള്ളതെന്നും കൂടെ നമുക്കൊന്ന് കിട്ടുന്നു. അദ്ദേഹത്തോട് പറയണമെന്ന് വിചാരിച്ചാ പറ്റിയില്ല. അതാ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത് അത്രേ പറഞ്ഞുള്ളൂ എന്നുള്ളത് ഭാഗ്യം. ഡാഷ് മോനെ എന്നേ പറഞ്ഞുള്ളൂ. അതിന്റെ അർത്ഥം എന്താ? ഡാഷ് മോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? അതിന്റെ അർത്ഥം ഒന്നും കൂടി സമനില തെറ്റിയിരിക്കുകയാണ് പുള്ളിക്ക്. മൊത്തത്തില് ഒന്നും കൂടി തെറ്റാ, ഡാഷും കൂടി പുള്ളി പൂരിപ്പിച്ചാണ്. എന്റെ ദൈവമേ, കേരളത്തിൽ എന്തൊരു നാണക്കേടായ
കേരളത്തിന് നാണക്കേടായത് സതീശൻ സാറെ, താങ്കൾ ഈ രേവന്ത് റെഡ്ഡിയെ കേരളത്തിന്റെ മണ്ണിൽ കൊണ്ടുവന്ന് നമ്മുടെ മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചതിനാണ് കേരളം നാണക്കേട് വരേണ്ടത്. അല്ലാതെ ഈ പിണറായി വിജയൻ രേവന്ത് റെഡ്ഡിയെ തിരിച്ചു മറുപടി പറഞ്ഞതിനല്ല. അദ്ദേഹം ഇങ്ങോട്ട് കയറി മേക്കിട്ട് കയറാൻ വന്നതാണ്. അപ്പോഴാണ് പിണറായി വിജയൻ സാർ അങ്ങോട്ട് പോയി മാന്തി കൊടുത്തത്. അതിൽ ഇത്ര പരിഭവിക്കാനൊന്നുമില്ല. താങ്കൾക്കാണോ സമനില തെറ്റിയതെന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിച്ചാൽ അതിൽ തെറ്റ് പറയാൻ പറ്റില്ല. രാഷ്ട്രീയമല്ലേ, തെരഞ്ഞെടുപ്പല്ലേ, നല്ല രാഷ്ട്രീയം പറയുക. തെരഞ്ഞെടുപ്പാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീറും വാശിയും ഒക്കെ കാണും. അതിൽ നല്ല രാഷ്ട്രീയം പറയുക, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, ജനം വിധി എഴുതട്ടെ. ഈ നാലാം കട രാഷ്ട്രീയം എല്ലാവരും ഉപേക്ഷിക്കുന്നത് കേരളത്തിൻ്റെ ജനാധിപത്യ ബോധത്തിന് നല്ലതാണ്, ഇവിടുത്തെ മനുഷ്യരുടെ സംസ്കാരത്തിന് നല്ലതാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു. നമ്മുടെ പ്രേക്ഷകനും ഈ വിഷയത്തിൽ ചില അഭിപ്രായങ്ങളുണ്ടാവും, അത് രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.